വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. യൂസ് ഫോർ മൈ ടാലന്റ് എന്ന ഡ്രാമയുടെ 17ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ റൺഷി ശിവാൻജിയെ മടിയിലേക്ക് പിടിച്ചെടുത്ത് കിസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഹുയു അവിടേക്ക് കയറി വന്നത്. രണ്ടുപേരും പെട്ടെന്ന് എഴുന്നേറ്റ് മാറുന്നുണ്ട്. ശിവാൻജി എന്തോ എക്സ്ക്യൂസ് പറഞ്ഞ് സ്ഥലം വിടുന്നു. നല്ലൊരു ചാൻസ് നശിപ്പിച്ചല്ലോ എന്ന മട്ടിൽ റൺഷി ഹുയുവിനെ നോക്കുന്നുണ്ട്. ഹുയു തിരികെ ചെന്ന് ഹുയുവിനോട് വിവരം പറഞ്ഞെങ്കിലും അവളുടെ കണ്ണിൽ പൊടി വല്ലതും വീണതായിരിക്കും എന്നാണ് അവൻ പറഞ്ഞത്. അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഹുയു അവനെ ചേർത്ത് പിടിച്ച് സീൻ അനുകരിച്ച് കാണിച്ചപ്പോഴാണ് ഡോങ്ഷി അവിടേക്ക് വന്നത്. തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള നിൽപ്പായതിനാൽ രണ്ടുപേരും പിന്മാറുന്നുണ്ട്. ഹുയു ഡോങ്ഷിയോടും വിവരം പറഞ്ഞെങ്കിലും അവനത്ര കാര്യമാക്കുന്നേയില്ല. അന്ന് ജോലി കഴിഞ്ഞ് റൺഷി ശിവാൻജിയെ കൊണ്ടുവിടാനായി പോയപ്പോൾ ഹുയു ഇന്ന് നമ്മളെ കൈയോടെ പിടിക്കേണ്ടതായിരുന്നു എന്നവൾ പറയുന്നു. അവൻ അറിഞ്ഞാൽ എന്താണ് കുഴപ്പം, നമുക്കിത് ഒഫീഷ്യലായി അനൗൺസ് ചെയ്തുകൂടെ എന്ന് അവൻ ചോദിക്കുന്നു. എനിക്കിപ്പോൾ പ്രൊമോഷൻ കിട്ടിയതല്ലേ ഉള്ളൂ, ഇപ്പോൾ ഇക്കാര്യം അറിഞ്ഞാൽ നമ്മുടെ റിലേഷൻ കാരണമാണ് അത് കിട്ടിയത് എന്ന് എല്ലാവരും പറയും, അതുകൊണ്ട് തൽക്കാലം അവരോട് പറയണ്ട എന്നവൾ പറയുന്നതിനാൽ അവൻ സമ്മതിക്കുന്നു. അവൾ അകത്തേക്ക് പോയ ശേഷം കാറിലേക്ക് കയറാൻ തുടങ്ങി റൺഷി ഡോറിൽ പിടിക്കാൻ മടിക്കുന്നതും സാനിറ്റൈസർ ഉപയോഗിക്കുന്നതും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയായിരുന്ന ലൂഷ്യൻ കാണുന്നുണ്ട്. അവൻ്റെ മൈസോഫോബിയയ്ക്ക് നല്ല വ്യത്യാസമുണ്ടെന്ന ശിവാൻജിയുടെ ധാരണ തെറ്റാണെന്ന് അവന് മനസ്സിലാക്കുന്നു. അവൻ അന്ന് തന്നെ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നുണ്ട്. മാത്രമല്ല കുറെ കൂടി എക്സ്പെർട്ടായ ഒരു ഫ്രണ്ടിനോട് വിളിച്ച് റൺഷിയുടെ കണ്ടീഷനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ശിവാൻജിക്ക് വേണ്ടി റൺഷി തന്റെ കണ്ടീഷൻ മെച്ചപ്പെടുത്തുന്നതായി കാണിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അവൻ്റെ കണ്ടീഷൻ ഒന്നുകൂടി മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷമാണെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടാക്കാം എന്നാണ് ആ ഫ്രണ്ട് ലൂഷ്യനോട് പറഞ്ഞത്. അടുത്ത ദിവസം ഓഫീസിൽ വേറെ കുറേ ഫ്രണ്ട്സിനൊപ്പം ശിവാൻജി ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോസിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും ഗേൾ ഫ്രണ്ട് റിച്ച് ആയിരിക്കും. സാധാരണക്കാർക്കൊന്നും അദ്ദേഹത്തെ സ്വപ്നം കാണാൻ പോലും പറ്റില്ല എന്നൊക്കെ അവർ പല കമൻസും പറയുന്നു. ശിവാൻജിക്ക് അത് കേട്ടപ്പോൾ കോംപ്ലക്സ് കയറുന്നുണ്ട്. അവൾ വിഷമത്തോടെ കഴിപ്പ് മതിയാക്കി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. താഴത്തേക്ക് വരികയായിരുന്ന റൺഷി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ മുന്നോട്ട് വന്ന് ശിവാൻജിയെ കയ്യിൽ പിടിച്ച് സ്റ്റാഫിനെ മുന്നിൽ കൊണ്ട് നിർത്തി ഇതെൻ്റെ ഗേൾ ഫ്രണ്ടാണെന്ന് അനൗൺസ് ചെയ്യുന്നു. ശിവാൻജിയുടെ അച്ഛൻ എന്തോ സാധനങ്ങൾ വാങ്ങി മടങ്ങി വന്നപ്പോൾ റൺഷിയുടെ മുത്തശ്ശൻ അദ്ദേഹത്തെ കാണാനായി വീടിന് മുന്നിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. റൺഷിയുടെ മുത്തശ്ശനാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ സംസാരിച്ചെങ്കിലും റൺഷിയും ശിവാൻജിയും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് പറഞ്ഞിട്ട് അവൾ റൺഷിയുടെ പണം കണ്ടാണ് പുറകെ കൂടിയിരിക്കുന്നത്. മകളെ നിലയ്ക്ക് നിർത്തണം എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നു. ശിവാൻജിയെക്കുറിച്ച് മോശമായി സംസാരിക്കുന്ന അച്ഛന് തീരെ സഹിച്ചില്ല. റൺഷി ആയിരിക്കും എൻ്റെ മകളെ കറക്കിയെടുത്തത്, അവൾക്ക് നിങ്ങളുടെ പണമൊന്നും വേണ്ട, ഇനിമേലിൽ അവളുടെ പുറകെ വന്നേക്കരുത് എന്ന് നിങ്ങളുടെ മകളോട് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട അച്ഛനോട് പോകുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് ശിവാൻജി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പുറത്ത് നടന്നൊന്നും അറിയാതെ റൺഷിക്കൊപ്പം ലഞ്ച് കഴിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അച്ഛൻ അകത്തേക്ക് കയറി വന്നത്. അവൾ റൺഷിയെ കാണാൻ പോവുകയായിരിക്കുമെന്ന് അറിയാവുന്നതിനല്ല അവളെ വിടാതിരിക്കാനായി അച്ഛൻ പെട്ടെന്ന് സുഖമില്ലാത്ത പോലെ അഭിനയിക്കുന്നു. അച്ഛനെ കയറി ചെന്നതിനിടയിൽ എനിക്കിപ്പോൾ വരാൻ കഴിയില്ല, അച്ഛൻ നല്ല സുഖമില്ല എന്നവൾ റൺഷിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അവൾ പുറത്തേക്ക് എന്തോ മരുന്ന് വാങ്ങാൻ പോകാൻ തുടങ്ങുന്നത് കണ്ടപ്പോൾ അച്ഛൻ അഭിനയം മതിയാക്കി എഴുന്നേറ്റിയെന്ന് നീ എവിടേക്കും പോകണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നു. ഞാൻ പുറത്ത് പോകാതിരിക്കാനാണോ അച്ഛൻ ഇങ്ങനെയൊക്കെ കാണിച്ചത് എന്നവൾ ചോദിച്ചപ്പോൾ അച്ഛൻ സമ്മതിക്കുന്നു. നീ റൺഷിയെ കാണാനല്ലേ പോകുന്നത്, ഞാനെല്ലാം അറിഞ്ഞു, നീ ഇതുവരെ എന്നോട് എന്താണ് പറയാതിരുന്നത്? അവനിവിടെ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ പോലും നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, അവനാളെ നീ ശരിയല്ല, ഇനി നിങ്ങൾ തമ്മിൽ കാണണ്ടെന്നൊക്കെ അച്ഛൻ പറയുന്നു. അച്ഛൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, അദ്ദേഹം മോശമാളല്ല, ഞങ്ങൾ ഒരേ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്, പിന്നെ എങ്ങനെ തമ്മിൽ കാണാതിരിക്കും എന്നൊക്കെ അവൾ ചോദിക്കുന്നു. എങ്കിൽ നീ ഇനി വേറെ എവിടെയെങ്കിലും ജോലി നോക്കിയാൽ മതി, ഞാൻ പറയുന്നവരെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകരുത് എന്ന് പറഞ്ഞ് അച്ഛൻ അവളോട് അകത്തേക്ക് കയറി പോകാൻ പറയുന്നു. ശിവാൻജി പിണങ്ങി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അച്ഛൻ എങ്ങനെയുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് വരണമെന്നൊക്കെ ചോദിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ റൺഷി അവളെ വിളിക്കുന്നുണ്ട്. അച്ഛനിപ്പോൾ ഓക്കെയാണ്, തൽക്കാലം ഇങ്ങോട്ടേക്ക് വരണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കുന്നവരെ ഇങ്ങോട്ടേക്ക് വിളിക്കുകയും വേണ്ട എന്ന് പറഞ്ഞവൾ ഫോൺ വയ്ക്കുന്നു. ഡോങ്ഷി മുത്തശ്ശിയെ കാണാൻ നഴ്സിംഗ് ഹോമിലെത്തിയപ്പോൾ വാങ്ഷിയാൻ അവിടെ മുത്തശ്ശി കഞ്ഞി കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ പക്ഷേ അവളോട് അടുപ്പം കാണിക്കാതെ അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ തുടങ്ങുന്നു. അവൾ പലതും പറഞ്ഞു നോക്കിയെങ്കിലും നമ്മൾ തമ്മിൽ തീരെ ചേരില്ല, നീ പോകുന്നതാണ് നല്ലത് എന്നവൻ തീർത്ത് പറയുന്നു. കരഞ്ഞുകൊണ്ടാണ് അവൾ അവിടെ നിന്ന് മടങ്ങിയത്. അവളെ തിരികെ വിളിക്കാൻ മുത്തശ്ശി പറഞ്ഞെങ്കിലും ഞാൻ അവൾക്ക് തീരെ ചേരില്ല എന്ന് പറഞ്ഞ് അവൻ വിഷമിച്ചിരുന്നതേ ഉള്ളൂ. ശിവാൻജി മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാൻ അച്ഛൻ അന്ന് മുഴുവൻ മുറിക്ക് മുന്നിൽ കാവലായിരുന്നു. രാത്രിയായിട്ട് പോലും ഉറങ്ങാൻ പോലും പോകാതെ അദ്ദേഹം അവിടെ തന്നെ TV കൊണ്ട് കുത്തിയിരിക്കുകയാണ്. ശിവാൻജി അച്ഛനെ പറഞ്ഞ് അകത്തേക്ക് വിടാൻ പല തന്ത്രങ്ങളും ഇറക്കി നോക്കിയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. അവസാനം അവളും അവിടെ തന്നെ ഉറങ്ങിപ്പോകുന്നു. അടുത്ത ദിവസം രാവിലെ റൺഷി വാതിൽ വന്ന് മുട്ടി വിളിക്കുന്ന കേട്ടാണ് അവൾ ഉണർന്നത്. അച്ഛൻ ഉണരുന്നതിന് മുമ്പ് അവൾ ഓടിച്ചെന്ന് വാതിൽ തുറന്നിട്ട് അവനെ പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അച്ഛൻ അവനെ കാണുന്നു. അതോടെ ശിവാൻജി അകത്ത മുറിയിൽ പൂട്ടിയിട്ട് അച്ഛൻ അവനുമായി സംസാരിക്കുന്നു. റൺഷി പലതും പറഞ്ഞ് അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്നില്ല. എൻ്റെ മകളുടെ പുറകെ നിന്ന് ശല്യപ്പെടുത്താതെ എത്രയും പെട്ടെന്ന് സാധനങ്ങൾ എടുത്ത് സ്ഥലം വിടാൻ അദ്ദേഹം അവനോട് പറയുന്നു. നിന്റെ കമ്പനിയിൽ അവളിൽ ജോലിക്ക് വരുന്നില്ല എന്നും പറയുന്നുണ്ട്. ദേഷ്യപ്പെടുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിന് നടുവ് ഉളുക്കി പിടിച്ച് നിവരാൻ കഴിയാത്ത വിധമാകുന്നു. റൺഷിയോട് സഹായിക്കാൻ പറഞ്ഞപ്പോൾ അവൻ പോക്കറ്റിൽ നിന്ന് ഗ്ലൗസും സാനിറ്റൈസറും ഒക്കെ എടുക്കുകയാണ് ആദ്യം ചെയ്തത്. അപ്പോഴേക്കും അവിടേക്ക് വന്ന് ലൂഷ്യൻ ഓടി വന്ന് അച്ഛനെ നേരെ വിളിച്ചു നിർത്തുന്നു. റൺഷി സഹായിക്കാതിരുന്നത് കൊണ്ട് അച്ഛന് ഒന്നുകൂടി ദേഷ്യമാകുന്നു. മൈസോഫോബിയ ഉള്ള വിവരം അവൻ തുറന്നു പറഞ്ഞെങ്കിലും അദ്ദേഹം അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. ലൂഷ്യൻ അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ശിവാൻജിയുമായുള്ള റിലേഷൻ്റെ കാര്യം നേരത്തെ പറയുന്നതിന് റൺഷി സോറി പറഞ്ഞപ്പോൾ എൻ്റെ മകൾ ആദ്യമായാണ് ഒരാളെ ഇഷ്ടപ്പെടുന്നത്, അതവളെ വിഷമിപ്പിക്കാൻ വേണ്ടിയാകാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ മുത്തശ്ശൻ ഇവിടെ നിന്ന് അവളെക്കുറിച്ച് മോശമായി സംസാരിച്ചു.
അങ്ങനെയുള്ള ഒരാളുമായി ബന്ധം എനിക്ക് വേണ്ട. നിനക്ക് കൂടുതൽ അറിയണമെങ്കിൽ പോയി നിന്റെ മുത്തശ്ശനോട് ചോദിക്കൂ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ വീണ്ടും ദേഷ്യപ്പെടുകയാണ്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് റൻഷി പിന്നെയും എന്തൊക്കെയോ പറയാൻ ചെന്നെങ്കിലും അദ്ദേഹം കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഇപ്പോൾ അദ്ദേഹം ദേഷ്യത്തിലാണ്. പോയി കാര്യങ്ങളെല്ലാം ശാന്തമാക്കിയ ശേഷം പിന്നീട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞ് ലൂഷ്യൻ അവനെ പറഞ്ഞയക്കുന്നു. അച്ഛൻ്റെ പെരുമാറ്റത്തിൻ്റെ കാരണം ശുവാഞ്ജിക്ക് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ അവൾ എതിർക്കാൻ നിൽക്കാതെ മുറിയിൽ പോയി അടങ്ങിയിരിക്കുന്നു. പക്ഷേ അവൾ ഉടൻ തന്നെ റൻഷിയെ വിളിച്ചിട്ട് ഇതിൻ്റെ പേരിൽ മുത്തശ്ശനുമായി വഴക്കുണ്ടാക്കരുത്. നമ്മുടെ ബന്ധത്തെ അംഗീകരിക്കുന്ന എല്ലാവർക്കും കുറച്ച് സമയം വേണ്ടി വരും. നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിങ്ങളൊക്കെ പറഞ്ഞത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ ദേഷ്യമൊക്കെ മാറും. അതുവരെ വെയിറ്റ് ചെയ്യാൻ അവൾ അവനോട് പറയുന്നു. റൻഷി ആദ്യം സമ്മതിച്ചില്ലെങ്കിലും അവസാനം അവളുടെ നിർബന്ധത്തിന് വഴങ്ങി സമ്മതിക്കുന്നുണ്ട്. ലൂഷ്യൻ അച്ഛൻ തന്നു വിട്ടതാണെന്ന് പറഞ്ഞ് കുറച്ച് സ്ട്രോബെറിയുമായി ശിവാഞ്ജിയുടെ റൂമിലേക്ക് വരുന്നുണ്ട്. അച്ഛൻ എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് പ്രായപൂർത്തിയായതല്ലേ, എന്നെ സംരക്ഷിക്കാൻ എനിക്കറിയില്ലെന്നൊക്കെ അവൾ ലൂഷ്യനോട് പരാതി പറയുന്നു. ലൂഷ്യൻ അച്ഛനെ സപ്പോർട്ട് ചെയ്ത് അവളോട് സംസാരിക്കുന്നു. റൻഷിയുടെ മൈസോഫോബിയ ഇപ്പോൾ നല്ല കുറവുണ്ട്. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ പൂർണ്ണമായും മാറുമായിരിക്കുമല്ലേ എന്ന് ശിവാഞ്ജി സംശയം ചോദിച്ചപ്പോൾ ഒന്നും പറയാറായിട്ടില്ല എന്ന് മാത്രം അവൻ പറയുന്നു. എന്തോ പറഞ്ഞ കൂട്ടത്തിൽ ശിവാഞ്ജിയുടെ അമ്മയെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. റോഡിലൂടെ പോകുകയായിരുന്ന ശിവാഞ്ജിയുടെ അമ്മയെ ഒരു കാർ ഇടിച്ചാണ് അവർ മരിച്ചത്. ആ വണ്ടിയുടെ ഡ്രൈവർ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന് പറഞ്ഞെങ്കിലും അവളുടെ അച്ഛൻ അത് വാങ്ങാൻ തയ്യാറായില്ല. ഒരു സാധാരണ ഡ്രൈവർക്ക് എങ്ങനെയാണ് അത്രയും വലിയൊരു തുക നഷ്ടപരിഹാരം തരാൻ കഴിയുക എന്ന് ലൂഷ്യൻ സംശയം ചോദിച്ചപ്പോൾ അതൊന്നും എനിക്കറിയില്ല. ഇവിടെ നിന്ന് പുറത്ത് കടന്ന് റൻഷിയെ കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്നവൾ പറയുന്നു. റൻഷി ശിവാഞ്ജിയുടെ വീട്ടിലേക്ക് കൊടുത്തയക്കാൻ കുറേ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. ശിവാഞ്ജി റൻഷിക്ക് കൊടുക്കാൻ സ്ട്രോബെറി വെച്ച് കേക്കും ഉണ്ടാക്കുന്നു. അത് റൻഷിയുടെ അടുത്തേക്ക് എത്തിക്കാൻ സഹായിക്കുമോ എന്ന് ചോദിച്ച് അവൾ ഷിയാനെ ഫോൺ ചെയ്തപ്പോഴാണ് അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ജുൻജയ്ക്ക് ഒരു സഹായം ചെയ്യുമോ എന്ന് ചോദിച്ച് റൻഷിയുടെ കോൾ വന്നത്. രണ്ടുപേരും സമ്മതിക്കുന്നുണ്ട്. ശിവാഞ്ജി ജനൽ വഴി കേക്ക് സേഫായി ഷിയാന്റെ കയ്യിലെത്തിക്കുന്നു. അവൾ അതുമായി റോഡരികിൽ കാത്തു നിന്നപ്പോഴേക്കും ഡോങ്ഷിയും ജുൻജയും അവിടെ എത്തുന്നു. ശിവാഞ്ജിക്ക് നൽകാൻ റൻഷി കൊടുത്തയച്ച ബൊക്കെ ഡോങ്ഷി അവളെ ഏൽപ്പിച്ചിട്ട് കേക്കും വാങ്ങിപ്പോകുന്നു. ജുൻജയുടെ കയ്യിൽ സാധനങ്ങളുമുണ്ട്. അവർ അച്ഛൻ്റെ കണ്ണിൽപ്പെടാതെ ശിവാഞ്ജിയുടെ അടുത്തത് ശ്രമിച്ചു നോക്കിയെങ്കിലും നടക്കുന്നില്ല. അതെല്ലാം റൻഷി കൊടുത്തു വിട്ടതാണ് എന്ന് മനസ്സിലാകുന്നില്ല. അച്ഛൻ അതെല്ലാം പിടിച്ചു വാങ്ങി വെക്കുന്നുണ്ട്. വാങ്ഷാൻ കുടിച്ച് ബോധമില്ലാതെ വഴിയിൽ കിടന്ന് നിങ്ങളുടെ പേര് വിളിച്ച് ബഹളം വെക്കുകയാണ്. നിങ്ങൾ വന്ന് കൂട്ടിക്കൊണ്ട് പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ടി വരും എന്ന് പറഞ്ഞ് ഡോങ്ഷി അന്ന് രാത്രി ഒരു പോലീസുകാരൻ വിളിക്കുന്നു. അവൻ വേഗം തന്നെ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ട് വരുന്നു. അവളെ തൊഴിലെടുത്ത് നടക്കുന്ന വഴിയെല്ലാം അവൾ പാതി ബോധത്തോടെ അവനെ കുറ്റപ്പെടുത്തി കരയുന്നുണ്ട്. സ്വന്തം മുറിയിലേക്കാണ് അവൻ അവളെ കൊണ്ടുപോയത്. കട്ടിൽ കൊണ്ട് കിടത്തി കഴിഞ്ഞപ്പോൾ അവൾ വെള്ളം ചോദിക്കുന്നതിനാൽ അവൻ വെള്ളം എടുത്തുകൊണ്ടുവന്ന് കുടിപ്പിക്കുന്നു. അതിനുശേഷം അവൻ പോകാൻ തുടങ്ങിയപ്പോൾ അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് പോകരുതെന്ന് പറഞ്ഞ് അവനെ പിടിച്ച് അവിടെ ഇരുത്തുന്നുണ്ട്. അവൾ പതുക്കെ ഉറക്കം പിടിച്ചെങ്കിലും ഉറക്കത്തിലും അവൻ്റെ പേര് വിളിക്കുകയും നിന്നെ എനിക്ക് ഒരുപാട് മിസ് ചെയ്തു, എന്നെ വിട്ട് പോകരുതെന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അവൾ ഉറങ്ങിയെന്ന് കരുതി അവൻ മനസ്സിലുള്ളത് പറയുന്നുണ്ട്. നിന്നെ എനിക്കും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ നിന്നോട് അടുക്കും തോറും നിനക്ക് വേദന മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിന്നെ അകറ്റി നിർത്താൻ ശ്രമിക്കുമ്പോഴും എൻ്റെ മനസ്സ് നിന്റെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ് എന്നൊക്കെ അവൻ പറയുന്നു. അവൾ ശരിക്കും ഉറങ്ങിയിരുന്നില്ല. അവൻ പറഞ്ഞു തീർന്നപ്പോഴേക്കും അവൾ കണ്ണു തുറന്ന് എഴുന്നേറ്റ് അവനെ വലിച്ചിടിപ്പിച്ച് കിസ് ചെയ്യുന്നു. ഡോങ്ഷിക്ക് പിന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അന്ന് രാത്രി അവർ ഒന്നാകുന്നുണ്ട്. രാത്രി അച്ഛൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ജുൻജ ശബ്ദമുണ്ടാക്കാതെ ശിവാഞ്ജിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. കേക്ക് റൻഷിക്ക് കൊടുക്കാൻ കഴിഞ്ഞു. പക്ഷേ റൻഷി തന്നുവിട്ട സാധനങ്ങളെല്ലാം അച്ഛൻ പിടിച്ചു വാങ്ങിയെന്ന് ജുൻജ അവളെ അറിയിക്കുന്നു. ഒരു ഐപോഡ് മാത്രം അച്ഛൻ കാണാതെ അവൻ മാറ്റി വെച്ചിരുന്നു. അത് അവൻ അവൾക്ക് നൽകുന്നു. ശിവാഞ്ജിക്ക് സന്തോഷമാകുന്നുണ്ട്. ജുൻജയെ പോയ ശേഷം അവൾ അതിലുള്ളത് കേൾക്കാൻ തുടങ്ങുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക.